വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫെയ്ത്തിൽ എവിടെയെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഫെയ്ത്തിൽ കയറി വരുവാനുള്ള ഒരേ ഒരു മാർഗം തിരുവെഴുത്തുകളാണ്. വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും ഉണ്ടാകുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലന്മാർ യേശു കർത്താവിനോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ വിശുദ്ധന്മാരെ കുറിച്ചുള്ള വീരഗാഥ രചിച്ചിരിക്കുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ അദൃശ്യ ദൈവത്തെ അവർ കണ്ടതുപോലെ അവർ ദൈവത്തോട് കൂടെ നടന്നു. ഹാബേലിനെ കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവം ഹാബേലിന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് ഹാനോക്ക് എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. നാം മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശവപ്പെട്ടിയുടെ അടുത്ത് വന്ന ഭക്തന്മാർ നമുക്ക് സാക്ഷ്യം പറയുന്ന സാക്ഷ്യം മാത്രമല്ല വേണ്ടത്, നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്കൊരു സാക്ഷ്യം വേണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആമേൻ, നമുക്ക് ഒരു സാക്ഷ്യമുണ്ടെങ്കിൽ നമുക്ക് അനേകരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ സാധാരണയായിട്ട് ദൈവസഭയിൽ പ്രബോധിപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്, എൻ്റെ പ്രസംഗം കേട്ട് നാട്ടുകാർ രക്ഷയുടെ അനുഭവത്തിൽ വന്നേക്കാം, പക്ഷെ എൻ്റെ വീട്ടുകാർ വിശ്വാസത്തിൽ വരത്തില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ വീട്ടുകാരെ മാറ്റുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ബന്ധങ്ങൾ, മിത്രങ്ങൾ, സഹോദരങ്ങളുടെ മുൻപിൽ വിശ്വാസമുള്ള, വിശുദ്ധിയുള്ള, സാക്ഷ്യമുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാനിടയാകട്ടെ. അങ്ങനെയാണെങ്കിൽ നാം പറയുന്ന വാക്കുകൾക്ക് അവർ വില കൽപ്പിക്കും. അനേകരെ ഈ അന്ത്യനാളുകളിൽ കർത്താവിന് വേണ്ടി നേടിയെടുക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും, ഈ തിരുവെഴുത്തുകളെ ശ്രദ്ധിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ഉപയോഗിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. മാറാനാഥ.